ഏങ്ങണ്ടിയൂരിലെ ദളിത് യുവാവ് പോലീസ് മർദ്ദനത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്ത കേസിൽ ദളിത് സമുദായ മുന്നണി പ്രതിഷേധവുമായി രംഗത്ത്. ദളിത് യുവാവ് വിനായകൻ ആത്മഹത്യ ചെയ്ത കേസിൽ പോലീസുകാർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി കേസെടുക്കുവാൻ SC/ST അതിക്രമം തടയൽ പ്രത്യേക കോടതി ഉത്തരവ് വന്നിട്ടും പോലീസുകാർക്കെതിരെ കേസെടുക്കാത്തതിലും അവരെ സർവീസിൽ നിന്ന് പുറത്താക്കാത്തതിലും പ്രതിഷേധിച്ചാണ് ദളിത് സമുദായ മുന്നണി പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുള്ളത്. 2017 ജൂലൈ 17-നാണ് ദളിത് യുവാവായ വിനായകനെ മാലമോഷണം ആരോപിച്ച് പോലീസ് അന്യായമായി കസ്റ്റഡിയിലെടുത്തത്. തുടർന്ന് സ്റ്റേഷനിലെത്തിച്ച് അതിക്രൂരമായി മർദ്ദനത്തിനും മാനസിക പീഡനത്തിനും ജാതീയ അവഹേളനത്തിനും വിധേയമാക്കിയതായും പറയുന്നു. പിന്നീട് ജൂലൈ 18-ന് വിനായകൻ വീട്ടിൽ ആത്മഹത്യ ചെയ്യുകയുമായിരുന്നു. ഇതേ തുടർന്ന് കുടുംബം പരാതിയുമായി രംഗത്ത് വരികയും സംഭവത്തിൽ പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പരാതിക്കാരായ പോലീസുകാർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. അതേസമയം കുടുംബത്തിന് ഭാഗികമായി ലഭിച്ച സമാശ്വാസ തുക തിരിച്ചടയ്ക്കണമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായി വിനായകന്റെ കുടുംബം പറയുന്നു. തന്റെ മകനെ നീതി ലഭിച്ചില്ല എന്നും പോലീസുകാർക്കെതിരെ കേസെടുക്കണമെന്നും വിനായകന്റെ അച്ഛൻ CK കൃഷ്ണൻ ആവശ്യപ്പെട്ടു. 7 വർഷം കഴിഞ്ഞു. 2017 ആണ് എന്റെ മോൻ മരിച്ചത്. ഇതിപ്പോ 7 വർഷം കഴിഞ്ഞു. ഇതുവരെ ഒരു നീതി കിട്ടിയിട്ടില്ല. ഇതുവരെ ഞാനും എൻ്റെ മകനും മാത്രമേ ഉള്ളൂ വീട്ടില്. എൻ്റെ ഭാര്യ മരിച്ചു. ഭാര്യ എൻ്റെ മോൻ മരിച്ച ദുഃഖം കൊണ്ടാണ് അവളും മരിച്ചത്. എൻ്റെ കുടുംബം നശിപ്പിച്ച പോലീസുകാർക്ക് ശിക്ഷ മേടിച്ചു കൊടുക്കണവരെ ഞാൻ പോരാടും. മകന്റെ മരണത്തിൽ പോലീസുകാർക്ക് പങ്കുണ്ടെന്ന് കാണിച്ച് മുഖ്യമന്ത്രിക്കും പോലീസ് അധികാരികൾക്കും പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിക്കും കൃഷ്ണൻ പരാതി നൽകിയിട്ടുണ്ട്. വിനായകന്റെ നിറവും രൂപവുമാണ് പോലീസ് കുറ്റക്കാരനാക്കാനുണ്ടായ സാഹചര്യമെന്ന് DSM വൈസ് ചെയർമാൻ മണികണ്ഠൻ കാട്ടാമ്പിള്ളി പറഞ്ഞു. മാലമോഷണ കേസുമായി ബന്ധപ്പെട്ട് സംശയം തോന്നിയിട്ടാണ് പോലീസ് ഈ വിദ്യാർത്ഥിയെ കസ്റ്റഡിയിലെടുക്കുന്നത്. സംശയം തോന്നാവുന്ന പല ആളുകളുണ്ടായിട്ടും മുടി നീട്ടി വളർത്തി കറുത്ത നിറമുണ്ട്, കണ്ടാൽ ഒരു പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ഒരാളാണെന്ന് തോന്നുന്ന വിനായകനെ മാത്രം അങ്ങനെ കസ്റ്റഡിയിലെടുത്തതിന്റെ യുക്തി നമുക്ക് മനസ്സിലാകുന്നില്ല. പ്രതികളായിട്ട് നമ്മുടെ കോടതി കണ്ടെത്തിയിട്ടുള്ള ഈ പോലീസുകാരെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് എത്രയും പെട്ടെന്ന് നിയമ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും വിനായകന്റെ കുടുംബത്തിന് സമാശ്വാസ ധനം നൽകണമെന്നും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ വെക്കണമെന്നും ഉള്ള ശക്തമായ ആവശ്യമാണ് ദളിത് സമുദായ മുന്നണി ഉന്നയിക്കുന്നത്. സംഭവത്തിൽ പ്രതിഷേധിച്ച് ദളിത് സമുദായ മുന്നണി തൃശൂർ ജില്ലാ കമ്മിറ്റി തൃശൂർ കളക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തി. ധർണ DSM സംസ്ഥാന ചെയർമാൻ സണ്ണി M കബിക്കാട് ഉദ്ഘാടനം ചെയ്തു. DSM തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഇൻചാർജ് VI ശിവരാമൻ അധ്യക്ഷത വഹിച്ചു. വിനായകന്റെ കുടുംബത്തിന് അർഹമായ സമാശ്വാസ തുക അനുവദിക്കുക, വിനായകന്റെ സഹോദരനെ സർക്കാർ സർവീസിൽ ജോലി നൽകുക, സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. DSM സംസ്ഥാന കമ്മിറ്റി അംഗം ഷൈജു വാടാനപ്പള്ളി, NV രമേശ് കുമാർ, K വത്സകുമാരി, KK കുമാരൻ, KK ദിലീപ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. TCV ന്യൂസ്, തൃശൂർ.